സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ 100% ആളുകളും സാക്ഷരരായതുകൊണ്ടല്ലോ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പ്രഖ്യാപിക്കുന്നത്. 90%, 95%, 96% ആളുകൾ സാക്ഷരരായതുകൊണ്ട് അതൊരു സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിക്കാനുള്ളൊരു ശേഷിയിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. അതേ നിലയിൽ ദരിദ്ര മുക്ത 46,006 എന്നൊരു കണക്ക് 64,006 എന്നൊരു കണക്ക് പറയുമ്പോൾ കണക്കാണല്ലോ. ആ കണക്കാണ് ഒരു പ്രശ്നം. ആ കണക്ക് വെച്ചതുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ കേരളവും മറ്റു സംസ്ഥാനങ്ങളും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, അത് ഞാൻ പറയാം. അതിപ്പോൾ സർക്കാർ നടത്തിയ ഇപ്പോൾ കിലയാണല്ലോ സർവേ നടത്തിയത്, കിലയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ കില ഒരു സർവേ നടത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കില ഡാറ്റകൾ ശേഖരിക്കുന്നു. അപ്പോൾ അതിൽ വിട്ടുപോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അവരുടെ കണക്കുകളിൽ വിട്ടുപോയിട്ടുണ്ടാകും. അവർ സർവേ നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ പെടാത്ത ആളുകളുണ്ടാകാം, ചിലപ്പോൾ അവരുടെ ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ടാകാം. അതെന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഇത് പരിഹരിക്കാനുള്ളൊരു ശേഷിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, പ്രളയം വന്നില്ലേ കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നില്ലേ? ലോകത്തുള്ള എല്ലാ മലയാളികളും കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നില്ലേ? ആ ഒരു ഐക്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു മാറും. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ലല്ലോ. പക്ഷേ കേരളം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇപ്പോൾ അവിടുത്തെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്.